ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രഖ്യാപിക്കുന്ന അവകാശമാണ്. ഇന്നലെ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഇൻസ്റ്റഗ്രാമിൽ കവിത പങ്കുവച്ചതിന് ഗുജറാത്ത് പോലീസ് എടുത്ത കേസിലായിരുന്നു പരമോന്നത കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ഇടയ്ക്കിടയ്ക്ക് കോടതിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് അധികാരത്തിലിരിക്കുന്ന പലരും അത് മനഃപൂർവ്വം മറക്കുന്നതുകൊണ്ടാണ്. നട്ടാൽ മുളയ്ക്കാത്ത നുണ നിറച്ച വിദ്വേഷ കഥ ദി കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തിനെ മോശമാക്കാനിറക്കിയപ്പോൾ കൈയടിച്ചവർക്ക് രാജ്യം കണ്ട വലിയ വംശഹത്യയെക്കുറിച്ച് സിനിമയിൽ പരാമർശിച്ചപ്പോൾ പൊള്ളിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ കാവ്യവാചകങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ മാത്രമല്ല ഔദ്യോഗിക മുഖപത്രത്തിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടും മലയാളികൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നു എന്നത് ആ അസഹിഷ്ണുതയെ കൂട്ടുന്നുണ്ട്. എമ്പുരാനെ പേടിയോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി PM ആർഷോ, BJP പ്രതിനിധി പ്രിൻറ്റു മഹാദേവ്, മിഥുൻ വിജയകുമാർ സാമൂഹ്യ നിരീക്ഷകൻ, വലത് നിരീക്ഷകൻ, ഡോക്ടർ മുഹമ്മദ് റാഫി NV സിനിമാ നിരൂപകൻ, സമൂഹമാധ്യമങ്ങളിൽ സായി കൃഷ്ണ സിനിമാ നിരൂപകൻ. ഇത്രയും പേരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. പ്രിൻറ്റു, ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്നുള്ളത് ആ സിനിമ റീസെൻസറിങ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ. 17 കട്ടുകൾ. അതിനോട് BJP എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങ് ആദ്യം പറഞ്ഞ കാര്യം തന്നെ വസ്തുതാവിരുദ്ധമാണ്. റീസെൻസറിങ് നടന്നിട്ടില്ല. അതിനകത്ത് എഡിറ്റിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രമാത്രം ഏതൊക്കെ രീതിയിൽ തെറ്റിദ്ധാരണയ്ക്കും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പലരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇടയാക്കിയ കാര്യം എന്താണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്? പ്രിൻറ്റു, റീ എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. കാരണം സെൻസറിംഗ് കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയ സിനിമ അതിന്റെ പേരിൽ പിന്നെ വിവാദം വരുന്നു. അതിനുശേഷം ഇന്ന ഭാഗങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾ കുറച്ചു പേർക്ക് തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിർമ്മാതാക്കൾ തന്നെ ഞങ്ങളിതാ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. സിനിമയുടെ പിന്നണി പ്രവർത്തകർ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനെ എഡിറ്റിംഗ് എന്ന് വിളിക്കുന്നു, ഞങ്ങൾ അതിനെ റീസെൻസറിങ് എന്ന് പറയുന്നു. കാരണം ആവശ്യപ്പെട്ടതിന് പ്രകാരം ചെയ്തു കൊടുക്കുന്നതാണല്ലോ. ഇനി പറഞ്ഞോളൂ. അതിൽ തന്നെ സാങ്കേതികപരമായ പ്രശ്നമുണ്ട്. റീസെൻസറിങ് നടന്ന സിനിമകളുണ്ട്, റീസെൻസറിങ് നടക്കുന്ന സിനിമ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ പദപ്രയോഗം തന്നെ തെറ്റാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി കൃത്യമായിട്ട് അതിൻ്റെ ഈ എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു സിനിമയ്ക്കും എതിരല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെയാണ് സിനിമയുടെ പ്രമേയം, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിൽ BJP സിനിമയ്ക്കെതിരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണെന്നൊക്കെ ബോധപൂർവമായ ഒരു ധാരണ പരത്തുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആദരണീയനെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കോട്ടെ, BJP നേതാക്കളായിക്കോട്ടെ, പാർട്ടിക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എമ്പുരാൻ എന്ന് പറയുന്നത് ഇത് ഞങ്ങളുടെ പാർട്ടിയെയോ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയോ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത സംഗതിയാണ്. ഒരു സിനിമ കണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമല്ല BJP. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളെ ബാധിക്കാത്തൊരു വിഷയമാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം അതിന് പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുണ്ടല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് ഒന്നുമല്ലല്ലോ. ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ പ്രേക്ഷകരുണ്ടാവാം, അതിൽ വിയോജിപ്പുള്ളവരുണ്ടാവാം, അവർ വിയോജിപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ നിർമ്മാതാക്കൾ അതുമായി ബന്ധപ്പെട്ട് റീ എഡിറ്റിംഗ് തയ്യാറായിട്ടുള്ളത്. അത് പ്രേക്ഷകരും ഒരു സിനിമയും തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പാർട്ടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ റീസെൻസറിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു റീ എഡിറ്റിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളൊരു മോശമായ പരാമർശവും നടത്തിയിട്ടില്ല. BJP നിലപാടായി പ്രധാനപ്പെട്ട BJP നേതാക്കൾ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. MT രമേശ് ആയാലും ഇപ്പോഴത്തെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആയാലും പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അദ്ദേഹം സിനിമ കാണുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSS മുഖമാസികയിൽ വന്നിരിക്കുന്ന, ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനം, ആ ലേഖനത്തെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അത് ശരിയായ അഭിപ്രായമല്ല എന്ന നിലപാടാണോ BJPക്ക്? കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പ്രിൻറ്റു. അങ്ങനെ ഓർഗനൈസറിൻ്റെ അഭിപ്രായം തള്ളേണ്ട ആളുകളല്ലോ ഞങ്ങൾ. ഓർഗനൈസർ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഓർഗനൈസേഷനായിട്ടുള്ള RSSൻ്റെ മുഖപത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നാടിനെ ബാധിക്കുന്ന, സാംസ്കാരിക മേഖലയിൽ ബാധിക്കുന്ന അത്തരം വിഷയങ്ങൾ ഓർഗനൈസർ പ്രതികരിക്കും. അത് ഓർഗനൈസറിൻ്റെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ അതിൽ ഓർഗനൈസർ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അത് ഓർഗനൈസറിനെ ഞങ്ങൾ തള്ളി പറയേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഒരു സിനിമയായതുകൊണ്ട് തന്നെ സിനിമ പ്രേക്ഷകരുടേതാണ്, പ്രേക്ഷകരുടെ അഭിപ്രായത്തിലാണ് പ്രാധാന്യം, പാർട്ടിയുടെ അഭിപ്രായത്തിനല്ല പ്രാധാന്യം. അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന രീതിയിൽ പൊതുബോധം ഉയർന്നു വന്നപ്പോൾ ഓർഗനൈസർ പ്രതികരിച്ചിട്ടുണ്ടാകാം. അതിനകത്ത് ഓർഗനൈസർ ഞങ്ങൾ തള്ളി പറയേണ്ട കാര്യമില്ല. കാരണം ഈ സിനിമയാണെങ്കിൽ പോലും സിനിമയ്ക്കകത്ത് ഒരു രാഷ്ട്രീയ കൃത്രിമത്വം നടത്തുന്നത് അങ്ങേയറ്റം അപകടമാണ്. എവിടെയാണ് രാഷ്ട്രീയ കൃത്രിമത്വം? പ്രിഞ്ചു മഹാദേവ്, എവിടെയാണ് രാഷ്ട്രീയ കൃത്രിമത്വം എന്ന് വിശദീകരിക്കാമോ? സ്മൃതി, ആ സിനിമയ്ക്കകത്ത് സ്മൃതി രാഷ്ട്രീയ കൃത്രിമത്വമാണ്. നോക്കൂ, ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരു കലാപത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഈ സിനിമ എടുക്കുന്നത്. ആ സിനിമ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിലെ ഓരോരോ കാര്യങ്ങളും ആ സിനിമ നമുക്കറിയാമല്ലോ, സിനിമയ്ക്കകത്ത് ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകാം ഇത് വസ്തുതകളുമായിട്ട് ബന്ധം, ജീവിച്ചിരിക്കുന്നവരുമായിട്ടോ മരിച്ചവരുമായിട്ടോ ബന്ധമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. പക്ഷേ നമുക്കറിയാമല്ലോ ഈ സിനിമയുടെ പശ്ചാത്തലം എന്താണെന്ന്. ആ പശ്ചാത്തലത്തിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ ഈ സിനിമ? അങ്ങനെയില്ലല്ലോ. നീതി പശ്ചാത്തലത്തിനോട് എന്താ നീതിയാണ് പുലർത്തിയതെന്ന് പ്രിന്റു ഒന്ന് വിശദീകരിക്കൂ. എന്താ സംശയം? അനീതി പുലർത്തിയില്ല അതൊന്ന് പറയൂ. അല്ല, പ്രിന്റ് വിശദീകരിക്കൂ, എന്ത് അനീതിയാണെന്ന് വിശദീകരിക്കൂ. 2002 രാജ്യത്ത് സംഭവിച്ചതാണ്. അതേക്കുറിച്ച് ഒന്നും മിണ്ടരുത്. അതേക്കുറിച്ച് മിണ്ടിയാൽ രാജ്യത്തെ വിഭജിക്കലാണ്, ദേശവിരുദ്ധമാണ് ആ സിനിമ എന്നാണ് ഓർഗനൈസർ പറയുന്നത് പ്രിന്റു. അപ്പോൾ പ്രിന്റുവിന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബിജെപിക്ക് ഇതേക്കുറിച്ചുള്ള വ്യക്തത വരുത്താനുള്ള സമയമാണ്. പറഞ്ഞോളൂ. അപ്പോൾ എന്ത് രാഷ്ട്രീയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ആ സിനിമ? അങ്ങ് ഉദ്ദേശിക്കുന്നത് ഇതിലെ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അങ്ങ് മനസ്സിലാക്കണം, ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ഒരു കലാപമുണ്ടല്ലോ, ആ കലാപത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ചും കലാപം നടന്ന സാഹചര്യത്തെക്കുറിച്ചും പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുള്ള ഒരു കാര്യത്തെ ഈ സിനിമ എങ്ങനെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുള്ളത്? ഗുജറാത്ത് കലാപമാണ് പ്രമേയമായി വെക്കുന്നതെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കലാപമാണെങ്കിൽ സ്മൃതി അതിനകത്തൊരു ട്രെയിൻ കത്തിക്കുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യ മഹാരാജ്യത്ത് അനവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇവിടെ ട്രെയിനിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചിത്രീകരണം നടത്തുന്നു. സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? അത് എങ്ങനെയാണ് ഉണ്ടായെന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ രാജ്യത്ത് സുപ്രീം കോടതി അടക്കം ഇഴകീറായിട്ട് പരിശോധിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഗോദ്ര. ആ ഗോദ്രയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ സിനിമയിലെ വസ്തുത എന്താണ്? വ്യക്തത വരുത്തി പോകൂ. എന്താ സംശയം? അല്ല, പറഞ്ഞു പോകൂ. എനിക്കറിയേണ്ടത് ഗോത്ര കലാപത്തിൽ ഗോത്രയിൽ അന്തിമമായ തീർപ്പ് വന്നോ ഇല്ലയോ? തീർപ്പ് വന്നല്ലോ. എന്താണ് ഗോദ്രയിൽ അന്തിമമായ തീർപ്പ് വന്നതുകൊണ്ടുള്ള 2018 11ഓളം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തിനാണ് സ്മൃതി? ശരി, 69 പേർ കുറ്റക്കാരെന്ന് കണ്ടെത്തി. അവർ അപ്പീൽ പോയിട്ടുണ്ട്. അപ്പീൽ പോയി അത് ഇപ്പോഴും കേസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് തരം അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ മുന്നിൽ പൂർണ്ണ സത്യത്തോടെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നിട്ടില്ല പ്രിന്റു. ഒരു അന്വേഷണ കമ്മീഷൻ പറയുന്നു പുറത്തുനിന്ന് കത്തിച്ചതാണെന്ന്. അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത് പുറത്തുനിന്ന് കത്തിച്ചതാണെന്ന വാർത്ത പുറത്തേക്ക് കൊടുത്തതെന്ന് പറയുന്നു. രണ്ടാമത്തെ കമ്മീഷന്റെ നാനാവധി കമ്മീഷനും പിന്നെ രണ്ടാമത്തെ കമ്മീഷൻ ഉണ്ടല്ലോ അല്ലെ, രണ്ടാമത്തെ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷൻ അല്ലെ. രണ്ടാമത്തെ കമ്മീഷൻ പറഞ്ഞ അകത്തു നിന്നായിരിക്കാം തീ കത്തിച്ചെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അല്ല സ്മൃതിക്ക് തെറ്റുപറ്റി. ആദ്യത്തെ കമ്മീഷൻ അന്വേഷിച്ചത് ബാനർജി കമ്മീഷനാണ്. ബാനർജി കമ്മീഷനെ നിയമിച്ചത് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടുകൾ അന്ന് ലാലു പ്രസാദ് യാദവ് ആയിരുന്നു റെയിൽവേ മന്ത്രി. ലാലു പ്രസാദ് യാദവ് പറഞ്ഞു വിടുന്ന കള്ളക്കഥനുസരിച്ചുകൊണ്ട് ഈ ബാനർജി കമ്മീഷൻ പ്രവർത്തിച്ചു. അവസാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞു ഭരണഘടനാ വിരുദ്ധവും നീതിയുക്തവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വേണ്ട ഈ കമ്മീഷനെ ഞങ്ങൾ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മീഷൻ സംസ്ഥാനവും മറ്റൊരു കമ്മീഷൻ നിയമിച്ചത്. ലാലു പ്രസാദ് യാദവ് അന്ന് റെയിൽവേ മന്ത്രിയാണ്. ഒരു മിനിറ്റ്, രണ്ട് തരം കമ്മീഷൻ വേണ്ട, ഒരു കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ടാമതൊരു കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയാണോ പറഞ്ഞത്? അങ്ങനെയല്ല. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. കേന്ദ്രവും സംസ്ഥാനവും അന്ന് കേന്ദ്രം ഭരിക്കുന്നത് ആരാണ്?
അന്ന് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ യോജിച്ച ഒരു കമ്മീഷൻ വെച്ചു, ജ്ഞാനാവധി കമ്മീഷൻ. ഞാൻ പറയട്ടെ ജ്ഞാനാവധി കമ്മീഷന്റെ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നു ഗോത്ര കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ കമ്മീഷന്റെ റിപ്പോർട്ടിനനുസരിച്ചാണ് ഈ പറയുന്ന 11 പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചത്, 31ഓളം പേരെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇഴകീറായിട്ട് ഇന്ത്യൻ സുപ്രീം കോടതി പരിശോധിച്ച ഒരു വിഷയത്തെ ഇവിടെ അസത്യപ്രചരണം നടത്തുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ട്, ജ്ഞാനാവധി കമ്മീഷനുണ്ട്. രണ്ടിന്റെയും വ്യത്യസ്തമായ കണ്ടെത്തലുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. രണ്ടും വ്യത്യസ്തമായ കണ്ടെത്തലുകളാണ്. ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ പോയതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പീൽ പോയതടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പീൽ പോയതടക്കമുള്ള കാര്യങ്ങൾ അതിന് പൂർണ്ണമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. ചരിത്രത്തെ വളച്ചൊടിച്ചൊന്നുമല്ല. ചരിത്രം എന്ന് പറയുന്ന സമയത്ത് സ്മൃതി സ്വാഭാവികമായിട്ട് ചരിത്രാതീത കാലം മുതൽ എഴുതുന്നതാണ്. അത് രേഖകളും രേഖപ്പെട്ട രേഖകളും ചിലപ്പോൾ ഇല്ലാത്തതും ഇല്ലതും ഒക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിയതമായിട്ട് നമ്മുടെ കൺമുമ്പിൽ 22 വർഷങ്ങൾക്ക് അപ്പുറത്ത് നടന്നൊരു സംഭവത്തെയാണ് ഇവിടെ കൃത്യമായി അസത്യ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണത്താണ് ഞങ്ങൾ പറയുന്നത്. അത് പ്രേക്ഷകർ എന്ന രീതിയിൽ പലരും പ്രതികരിച്ചിട്ടുണ്ടാകും. കുട്ടിയെ പുറത്തെടുക്കുകയും ഒന്നും നടന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ആളുകളെ ജീവനോടെ കത്തിച്ചു കൊന്നിട്ടില്ല എന്നാണോ പറയുന്നത്? അതും സംഭവിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? സ്മൃതി, ഈ നുണപ്രചരണം നിങ്ങൾ നടത്തല്ലേ? നിങ്ങൾ കഴിഞ്ഞ 23 കൊല്ലമായിട്ട് ഈ ശൂലത്തിന്റെയും ഗർഭിണിയുടെ നുണയാണ്, പച്ച നുണയാണ്, പച്ചക്കള്ളം. നിങ്ങൾ പറയും ഈ നുണ പച്ചക്കള്ളം ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ നിങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഗുജറാത്ത് കലാപം അന്വേഷിച്ച നിരവധി സാങ്കല്പിക കഥാപാത്രങ്ങളാണ് പ്രിന്റുവിന്. ശരി, ഞാൻ വരാം. ഞാൻ ഇനി അടുത്ത പ്രതിനിധിയിലേക്ക് പോയ ശേഷം ബിൽക്കിസ് ബാനു ആയാലും ഹിമ കൗസർ ആയാലും എല്ലാം സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. പറഞ്ഞില്ല, അതിൽ വ്യക്തത വരുത്തല സ്മൃതി അതിൽ വ്യക്തത വരുത്തിയിട്ട് വേണം നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാം. അങ്ങ് മാത്രമല്ല, പലരും പറയുന്നുണ്ട് ഈ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ. ഈ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും കഥ എവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് FIR ഇട്ടത്? നമ്മൾ പറയുന്ന നമ്മുടെ സുപ്രീം കോടതി 3 അംഗ കമ്മീഷനെ വെച്ചു ഈ ഗർഭിണിയുടെ കഥയ്ക്ക് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ആ അന്വേഷണ കമ്മീഷൻ ഗുജറാത്തിന്റെ ഒരു തെരുവീതികളിലും ഇത്തരത്തിൽ ഗർഭിണിയുടെയും ശൂലത്തിന്റെയും ജീവിച്ചു. ഞങ്ങൾ എങ്ങനെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് പരിശോധിച്ചത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെന്ററിക്ക് ഇവിടെ എന്തായിരുന്നു അനുഭവം? ഡോക്യുമെന്ററി ഇവിടെ പുറത്തു വന്നു. BBC എടുത്ത ഡോക്യുമെന്ററി എന്തായിരുന്നു അതിന്റെ അനുഭവം? പ്രതികരണം നടത്തിയത് ഗുജറാത്തിലല്ല, 1921 മലബാർ കലാപത്തിലാണ്. മലബാർ കലാപത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും ഓടിപ്പോകാം. നിങ്ങൾ മാധവൻ നായരുടെ മലബാർ കലാപം വായിക്കും. മാധവൻ നായരുടെ മലബാർ കലാപത്തിനകത്താണ് ശരി, മലബാർ പൃഥ്വിരാജിനെ നിങ്ങൾ ഇപ്പോൾ ദേശവിരുദ്ധരായിട്ടാണല്ലോ കാണുന്നത്, അല്ലെ? ഇപ്പോൾ കുറച്ച് 2 ദിവസമായിട്ട് ദേശവിരുദ്ധനായിരിക്കുകയാണ് പൃഥ്വിരാജ് എന്നുള്ളതാണോ? പൃഥ്വിരാജ് അല്ല, ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് ഞങ്ങൾക്കൊരു വിഷയമല്ല. പൃഥ്വിരാജിന് നാളെ പർവേശ് രാജ് ആയിരുന്നാലും ഞങ്ങൾ അതൊന്നും ബാധിക്കുന്നില്ല. നടൻ, സംവിധായകൻ, നിർമ്മാതാവിനെതിരെ നിങ്ങൾക്ക് എന്തും പറയാമെന്നുള്ള രൂപത്തിലുള്ള പോസ്റ്റുകളും പ്രതികരണങ്ങളൊക്കെ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളിൽ നിന്ന് തന്നെ പറഞ്ഞത്. സ്മൃതി, BJPയുടെ ഏതെങ്കിലും നിങ്ങളുടെ പരിവാരത്തിൽപ്പെട്ടത് പോട്ടെ, കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ BJPയുടെ വളരെ വ്യക്തമായ നിലപാടെന്ന് പറഞ്ഞ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നു, അപ്പുറത്ത് RSSന്റെ മുഖമാസികയിൽ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തിലെ വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതും ശരിവെക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാം ശരിവെക്കുകയാണല്ലോ. ഞാനൊന്ന് ആർഷോയിലേക്ക് പോകുന്നു. PM ആർഷോ സിനിമ കണ്ടോ? പ്രിന്റു, നമുക്ക് ചർച്ചയിൽ ഒറ്റ ഇടവേളയേ ഉള്ളൂ, നമുക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. ആർഷോ, സിനിമ കണ്ടോ? ശരി. ആദ്യ ദിവസം തന്നെ ഫാൻ ഷോ തന്നെ കാണുന്ന നില ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ നാടിനകത്തുള്ള സിനിമാ പ്രേമികൾ ആകെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ചിത്രമായിരുന്നു എമ്പുരാൻ. സ്വാഭാവികമായും ആ നിലയിൽ തന്നെ ജനങ്ങളാകെ ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദിവസങ്ങളിൽ എല്ലാ വിധത്തിലുമുള്ള തെറ്റായ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ചലച്ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വലിയ ഹിറ്റുകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ചലച്ചിത്രം മുന്നോട്ട് വന്നതിന് ശേഷം ഈ 2 ദിവസം നമ്മുടെ നാട് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള അങ്ങേയറ്റം അസഹിഷ്ണുത നിറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അധിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പ്രിൻ്റ് സംസാരിച്ച് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചു, ഈ പറഞ്ഞ പോലെ BJPയുടെ നേതാക്കന്മാരാരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരെങ്കിലുമൊക്കെ സിനിമ കണ്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി പറയേണ്ടതായിട്ടില്ല എന്ന്. ഏറ്റവും ഒടുവിൽ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണം യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേഷിൻ്റെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചത് പൃഥ്വിരാജിൻ്റെ ISIS ബന്ധമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീവ്രവാദ ബന്ധം ഉൾപ്പെടെ ഒരു ചലച്ചിത്രം നിർമ്മിച്ചു, ചലച്ചിത്രം ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെ പോലെ ഈ നാട് അംഗീകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ നേരിടേണ്ടി വരികയാണ്. അദ്ദേഹം ആടുജീവിതത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് ജോർദാനിലുണ്ടായിരുന്ന സമയത്ത് ആരൊക്കെ ആയിട്ടായിരുന്നു സഹവാസം എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. അതിൻ്റെ തുടർച്ചയിൽ തീവ്രവാദ സംഘങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചലച്ചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങി എന്താ പറയുക, ഇതിനു മുൻപ് നമുക്കാർക്കും ഈ വിധത്തിലുള്ള ഇപ്പോൾ പല ഘട്ടത്തിലും ഇവർ പല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാഴ്ചയും പലതരത്തിലുള്ള ചാപ്പയടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ നിലയ്ക്ക് ISIS ബന്ധം ഉൾപ്പെടെ ഉത്തരവാദിത്വപ്പെട്ട BJPയുടെ നേതാക്കന്മാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രധാനമായും ഇവരെ അലട്ടുന്ന 3 കാര്യങ്ങളാണ് ഈ ചലച്ചിത്രത്തിനകത്തുള്ളത്. ഇപ്പോൾ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട സിനിമ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിയോജിപ്പുകളോ എതിരഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാടിനകത്തുള്ള ഏതൊരു മനുഷ്യർക്കുണ്ട്. ഇപ്പോൾ ഇവരെ പ്രകോപിപ്പിച്ചത് പ്രധാനമായിട്ടും 3 കാര്യമായിരിക്കും. ഒന്ന്, ഗുജറാത്ത് കലാപം. അതിനകത്ത് ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ചില സന്ദർഭങ്ങൾ ആ ചലച്ചിത്രത്തിനകത്തുണ്ട്. സ്വാഭാവികമായും ഈ കാലയളവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഈ നാട് ഓർക്കാൻ വേണ്ടി പാടില്ല, ചർച്ച ചെയ്യാൻ വേണ്ടി പാടില്ല, പഠിക്കാൻ വേണ്ടി പാടില്ല തുടങ്ങിയിട്ടുള്ള തിട്ടൂരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിലാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഉൾപ്പെടെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ എടുത്തു മാറ്റുന്നതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. സ്വാഭാവികമായും ഗുജറാത്ത് കലാപത്തിൻ്റെ ഈ നാട് ചർച്ച ചെയ്തിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ നിരവധിയായി അതിനെ സൂചിപ്പിക്കുന്ന നിലയിലേക്കുള്ള ചിത്രീകരണങ്ങൾ ചിത്രത്തിനകത്തുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ, സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാകുന്നതിൻ്റെ അനുഭവങ്ങൾ, തീ കൊളുത്തി കൊലപ്പെടുത്തുന്നതിൻ്റെ അനുഭവങ്ങൾ, വീടുകൾ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ, ഗർഭസ്ഥാവസ്ഥയിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ബലാത്സംഗത്തിന് ഇരയായതിൻ്റെ അനുഭവങ്ങൾ, കുട്ടികൾ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നതിൻ്റെ അനുഭവങ്ങളൊക്കെ ഗുജറാത്ത് കലാപത്തിൻ്റെ നേർചിത്രങ്ങളായി ഈ നാടിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിലുള്ള അനുഭവങ്ങളാണ്. അത് സ്വാഭാവികമായും സംഘപരിവാരത്തെ വേട്ടയാടും എന്നുള്ളതിനെക്കുറിച്ച് തർക്കമില്ല. അതേപോലെ തന്നെ ഈ കാലയളവിൽ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെ സംഘപരിവാരം ഉൾപ്പെടെ കേരളത്തോട് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുതാപരമായിട്ടുള്ള സമീപനങ്ങളുമായി ബന്ധപ്പെട്ട മെൻഷനിങ് ചിത്രത്തിനകത്തുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണോ ഈ കാലയളവിൽ കേന്ദ്ര ഭരണകൂടം അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിരുദ്ധാഭിപ്രായങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സംബന്ധിച്ചുള്ള മെൻഷനുകൾ ചിത്രത്തിനകത്തുണ്ട്. സ്വാഭാവികമായും ഇതിവരെ പ്രകോപിപ്പിക്കും എന്നുള്ളതിനകത്ത് തർക്കമല്ല. ഈ ചലച്ചിത്രം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. സംഘപരിവാർ സ്പോൺസേഡ് ആയിട്ടുള്ള, RSS സ്പോൺസേഡ് ആയിട്ടുള്ള പ്രൊപ്പഗണ്ട ഫിലിംസ് രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിലാണ്. അതിന് വലിയ പ്രചാരകരായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ, കേന്ദ്രമന്ത്രിമാർക്ക് സ്പെഷ്യൽ ഷോകൾ തീർക്കുന്നതിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ നിലയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെതിരായ നിലപാടുകൾ കൂടി പറയുന്ന നിലയിലേക്ക് ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. അതിനോട് ഇവർ പുലർത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം കേവലം വിമർശനമല്ല, കേവലം വിയോജിപ്പ് രേഖപ്പെടുത്തലല്ല, അങ്ങേയറ്റം അധിക്ഷേപപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ പോലെ സംവിധായകനെ ഉൾപ്പെടെ തീവ്രവാദ ചാപ്പയടിക്കുകയാണ്. ISISൻ്റെ ആളാണ് പൃഥ്വിരാജ് എന്ന് പൊതുസമൂഹത്തിനകത്ത് വന്നു നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. ഇവരുടെ അണികൾ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ അതിനെ ഏറ്റെടുക്കുന്ന നില. ഇപ്പോൾ മോഹൻലാലിൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചെടുക്കണം എന്ന അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അവരുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ കണ്ണൂരെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJP നേതാവാണ് ആ പ്രകടനം നടത്തുന്നത്. രാജ്യവിരുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആരാണ് ഇവർക്ക്, RSSന് രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അർഹതയാണുള്ളത്? നിങ്ങളെ ആരാണ് അതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? ഇവർക്ക് എതിരായിട്ടുള്ള, അല്ലെങ്കിൽ ഇവർക്ക് താല്പര്യമില്ലാത്ത കണ്ടന്റ് മുന്നോട്ട് വെക്കുന്ന ആളുകൾ തീവ്രവാദികളാക്കപ്പെടുന്നു, രാജ്യദ്രോഹികളാക്കപ്പെടുന്നു. ഇതിനെ തുടർച്ചയിലുണ്ടാകുന്ന സൈബർ അറ്റാക്ക്, ആൾക്കൂട്ട വിചാരണയാണല്ലോ, ആൾക്കൂട്ട ആക്രമണമാണല്ലോ. പൃഥ്വിരാജിനെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടുപോയ പിതാവിനെ ഉൾപ്പെടെ ഏകപക്ഷീയമായി ആക്രമിക്കുന്ന, കേട്ടാലറയ്ക്കുന്ന നിലയിലേക്കുള്ള സൈബർ ബുള്ളിങ്ങിന്, ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കുന്ന നിലയിലേക്കുള്ള തീവ്രവാദ സ്വഭാവം ഇവിടെ RSS ഇത്
ദിവസങ്ങളിൽ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരി. സിനിമ കാണരുത് എന്നുള്ള പ്രചരണം കൊടുക്കുകയാണ്. എങ്ങനെയാണോ കഴിഞ്ഞ നാളുകളിൽ ഇക്കൂട്ടർ ചില കലാസൃഷ്ടികൾ കാണരുത് എന്ന ആളുകളോട് പറഞ്ഞപ്പോൾ ആളുകൾ കൂട്ടമായി ആ കലാസൃഷ്ടി കാണാൻ അറിയേണ്ടത്. സായി കൃഷ്ണ, യൂട്യൂബർ, സിനിമാ നിരൂപകൻ സായി കൃഷ്ണയിലേക്ക്. സായി കൃഷ്ണ, ഇപ്പോൾ ഈ സിനിമ താങ്കൾ കണ്ടു എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വിവാദങ്ങൾ ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കി കൊടുക്കുകയാണോ ചെയ്തത്, അതോ ഒരു പറ്റം ആളുകൾ ഞങ്ങളിതാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫേസ്ബുക്കിലടക്കം, അപ്പോൾ അത് വലിയ രീതിയിൽ സിനിമയെ ബാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, എപ്പോഴും സംഘപരിവാറിൻ്റെ ഒരു ബാൻ വരുന്നതോട് കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് അതിൻ്റെ ഹൈപ്പിലോട്ട് പോകുന്നതായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇവിടെയും അത് സംഭവിക്കാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം എന്താണെങ്കിലും കഴിയും. ഇനിയിപ്പോൾ ഇതെന്താണെങ്കിലും റീസെൻസറിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട്സ് ഈ സിനിമയുടെ കളക്ഷന് വരുമോ, തിയേറ്റർ പ്രസൻസിന് വരുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. പക്ഷേ അതിൽ കൂടുതൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഇറങ്ങുന്നു, അത് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് വന്നിട്ടുണ്ടായ ഈ ഒരു ഇത്രത്തോളം ഒരു അസഹിഷ്ണുത എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഒരു സിനിമയോട്, ഇതിനു മുമ്പുള്ള പ്രൊപ്പഗണ്ട മൂവീസ് വരുന്ന സമയത്ത് ആ സിനിമകൾ എടുത്ത് വെച്ച് അത് മൊത്തത്തിൽ എല്ലാ ഗ്രൂപ്പുകളിലോട്ട് എല്ലാവരും തിയേറ്ററിൽ കയറണം എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് ടിക്കറ്റുകൾ അടക്കം എടുത്തു വെച്ച് കുറേ ഗ്രൂപ്പുകൾ, സംഘപരിവാർ ഗ്രൂപ്പുകളിൽ എനിക്ക് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലടക്കം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരേ സ്ക്രീൻഷോട്ട് തന്നെയാണ് പലരും എടുത്തു വെച്ച് ഷെയർ ചെയ്യുന്നത്. മണ്ടന്മാരായിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്, അത് എന്ത് കാണിക്കാനാണെന്നറിയില്ല. ഈ സിനിമയുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് ഈ നാട്ടിലുണ്ട്. ഈ സ്റ്റോറി തുടങ്ങിയത് മുതൽ അതിൽ എഴുതി വെച്ചൊരു കാര്യമാണ്, സിനിമയാണ്, ഫിക്ഷനാണ്, ക്യാരക്ടേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യേണ്ടവർക്ക് ആക്സെപ്റ്റ് ചെയ്യാം, റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നവർ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് ഒരു കലാസൃഷ്ടിയുടെ മുന്നിൽ എഴുതി വെച്ചൊരു കാര്യവുമാണ്. ഇവരുടെ പ്രൊപ്പഗണ്ട മൂവീസ് മാത്രം ഇവിടെ കൊണ്ടുപോകണം എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇവർ ഈ പറയുന്ന രാജ്യവിരുദ്ധം, രാജ്യദ്രോഹം, സംഘപരിവാറിനെതിരെ വരുമ്പോൾ മാത്രമാണ് അത് രാജ്യവിരുദ്ധവും രാജ്യദ്രോഹം. സംഘപരിവാറിനെതിരെ ചെയ്താൽ അതെങ്ങനെ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാവും? സംഘപരിവാറും രാജ്യവും തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന എല്ലാവരും സംസ്ഥാന വിരുദ്ധരാവണ്ടേ? ഇവരുടെ തോട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സിനിമ കാണുകയാണെങ്കിൽ സിനിമ കാണുന്ന സെൻസിൽ വേണം ഓരോ മനുഷ്യനും സിനിമ കാണാൻ. രാഷ്ട്രീയവും മതവും കൂടി കൂട്ടിക്കലർത്തി സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഇഷ്യൂസാണ് ഉണ്ടാവുക. അതിലും ഈ പറഞ്ഞ പല ആളുകളും ഇതിലൊന്നും സിനിമ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നത്. അങ്ങനെ സിനിമ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റർ മുരളി ഗോപിൻ്റെ ഇതിന് മുന്നിറങ്ങിയ ടിയാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇതിലും വലിയ പുകിലുകൾ ഇവിടെ സംഘപരിവാർ എലമെൻറ്റുകൾ ഉണ്ടാക്കേണ്ടതാണ്. ആ സിനിമയ്ക്കൊന്നും ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമയിൽ മാത്രം ഇവർക്ക് ആദ്യം കാണിച്ച കുറച്ച് പാട്ടുകൾ മാത്രം ഇത്രത്തോളം കുരു പൊട്ടുന്നു എന്നുണ്ടെങ്കിൽ, ഇവിടെ BBC-യുടെ ഡോക്യുമെൻ്ററി അടക്കം ബാൻ ചെയ്ത ഈ ഒരു രാജ്യത്ത് ഇവർക്കിതിൽ വെട്ടാനും തിരുത്താനുമുള്ള എല്ലാ പരിപാടിയും ഇവർ ഇതിൽ കാണിക്കും. പ്രത്യക്ഷത്തിൽ ഒരു നേതാക്കന്മാരും വന്നിരുന്നിട്ട് ഇവിടെ പറയുന്നില്ല ഇത് കാണരുത് എന്നുള്ളത്. പക്ഷേ അണികൾ ഒന്നടങ്കം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്താണ് ഇവർക്ക് ഇത്രത്തോളം പ്രശ്നം ഒരു സിനിമയോട്? ഒരു സിനിമ ഇറങ്ങിയിട്ട് അത് രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകണം. ഈ സിനിമയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ട്, ഇതിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഈ പ്രശ്നമില്ലല്ലോ. എന്തുകൊണ്ട് സംഘപരിവാറിന് മാത്രം? ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് സ്റ്റിൽ അതിൻ്റെ ബാക്കിലുള്ള കോൺസ്പിറസി ഇപ്പോഴും പ്രൂവ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് സിനിമ ഇറക്കിക്കൂടെ? അതിൽ നമ്മളെ നാടിനെ തന്നെ മോശമായി കാണിക്കുന്ന ഒരു ചീഞ്ഞ സാധനമാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടത്. അതൊക്കെ ഇരുന്ന് പ്രൊമോട്ട് ചെയ്ത് ഓരോരുത്തരും വന്നിട്ടാണ് ഇവിടെ വന്നിരുന്നത്. കേരള സ്റ്റോറിക്ക് ഒരു കട്ടുമില്ല. കേരള സ്റ്റോറിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ പ്രചാരം കൊടുത്തവർ ഇവിടെ ഇതിൽ 17 കട്ട് വേണം എന്ന്, 17 കട്ടിന് ശേഷം ഇനി ജനം കണ്ടാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മിഥുൻ വിജയകുമാറിലേക്കാണ്. മിഥുൻ വിജയകുമാർ, ഈ RSSന്റെ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന ലേഖനത്തെ പൂർണ്ണമായും മിഥുൻ അതിനെ അംഗീകരിക്കുന്നുണ്ടോ, അത് ശരിവെക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പൃഥ്വിരാജ് ഒരു ദേശവിരുദ്ധനാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? പൃഥ്വിരാജ് ഒരു ദേശവിരുദ്ധനാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ പൃഥ്വിരാജിന് അല്ലെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്ക് ഈ രാജ്യത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്ന വിഷയങ്ങളൊക്കെ എങ്ങനെ ഒരു റവന്യൂലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നതിൽ അവർ നല്ല അഗ്രഗണ്യന്മാരാണ്. അവർക്ക് ആ കാര്യം നന്നായിട്ട് അറിയാം. ഇവിടെ കുറെ സിനിമകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സിനിമയെ ഭയങ്കരമായി വിമർശിക്കുന്നു എന്നതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ TP51, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ഈ സിനിമയൊക്കെ എത്ര നാൾ കളിച്ചു നമ്മുടെ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ഇവിടെയുള്ള ഈ പറഞ്ഞ സംഘപരിവാറിന്റെ ഒരു എന്താ പറയുക ഇൻസെക്യൂരിറ്റി അല്ല, അവർ ഭയങ്കരമായിട്ട് ഇതിനെ വിമർശിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്.
ശരിയാണ്, അവർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഈ സിനിമ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഒരു അൺനെസസറി ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊരു ഗോത്ര വിഷയത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന, അല്ലെ ഗോത്ര വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയൊന്നുമല്ല. ഗോത്ര വിഷയത്തെ ഇതിൽ കാണിക്കുന്നത് എന്തിനാണ്? കാരണം അതിലെ ഒരു വില്ലന്റെ ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്യാരക്ടറിന് ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും, അവൻ എന്തുകൊണ്ട് അതിലൊരു തീവ്രവാദിയായി എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടും, ആ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലോട്ട് ഉപയോഗിക്കുക മാത്രമാണ് ഈ സിനിമ ചെയ്യുന്നത്. അല്ലാതെ ഗോത്ര വിഷയത്തെ കുറിച്ച് ഇവിടെ ഇപ്പൊ NCERT പുസ്തകങ്ങളിൽ ചരിത്രമൊക്കെ മാറ്റിമറിക്കുന്നു. അപ്പൊ ഇതൊരു ചരിത്രം പഠിപ്പിക്കുന്ന സിനിമയായിട്ടാണ് ആർഷനെ പോലുള്ള ആൾക്കാരൊക്കെ നോക്കിക്കാണുന്നത്. ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇത് ബേസിക്കലി നമ്മുടെ നാട്ടിൽ നടന്ന ചില എന്താ പറയാ സോഷ്യൽ സെന്റിമെന്റിനെ നമുക്ക് വളരെയധികം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയം എടുത്തുകൊണ്ട് അതിനെ ഒരു എന്താ റവന്യൂ മോഡലിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഈ സിനിമ പഠിപ്പിക്കുന്നത്. ഇവിടെ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അധികം വർഷമൊന്നും ആയിട്ടില്ലല്ലോ, 23 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടെ സംഭവിച്ച ഒരു കാര്യം ഇനി മിണ്ടിക്കൂടാ എന്നാണോ ജനാധിപത്യ രാജ്യത്തെ ഒരു പുതിയ ചട്ടം? അങ്ങനെയാണോ? വിഷയത്തെ കുറിച്ചുള്ള സിനിമയാണോ? സ്മൃതി സിനിമ കണ്ടല്ലോ? ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ പോരായ്മയുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ ഞാനിത് വായിക്കുകയും കേൾക്കുകയുമാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നതാണ് ചരിത്രവുമായി സാമ്യമുള്ള സംഭവങ്ങൾ അങ്ങനെയാണല്ലോ കഥയിൽ എഴുതി ചേർക്കുക. അത് മിണ്ടിക്കൂടാ എന്നുണ്ടോ? അങ്ങനെയാണോ ഈ പുതിയ റൂൾ? അതാണോ? അല്ല, അങ്ങനെ റൂളൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ ഈ ഉദ്ദേശത്തോട് കൂടി തന്നെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പ്, ഇത് ആക്ച്വലി അതിന്റെ പ്രൊഡ്യൂസർ ആഗ്രഹിച്ച ഹൈപ്പാണ്. കാരണം ഇങ്ങനെ ഒരു സോഷ്യൽ സെന്റിമെന്റിനെ ടച്ച് ചെയ്യുന്ന ഒരു സിനിമയായി മാറിക്കഴിഞ്ഞാൽ അതിലെ പ്ലോട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തത്. കാരണം ഗോത്ര എന്ന് പറഞ്ഞൊരു ഇൻസിഡന്റ് അതിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിനെ ഏറ്റുപിടിക്കാൻ ഇവിടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ സെന്റിമെന്റിനെ അത് ബാധിക്കും. അപ്പൊ അവരത് ഏറ്റുപിടിക്കും. കേരള സ്റ്റോറി എന്ന സിനിമ ആരുടെ സെന്റിമെന്റിനെയും ബാധിച്ചില്ലേ? കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ്. അത് ഒന്നുമില്ലെങ്കിൽ ഫിക്ഷൻ ആണെങ്കിൽ പോലും അതിൽ കാണിക്കുന്ന 32,000 പേരെ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തു എന്ന് പറയാ, പിന്നെ അത് 3 ആക്കി ചുരുക്കുക, ചെറിയ കണക്കല്ലേ? അല്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, അവിടെ എത്ര ആൾക്കാർ പോയിട്ടുണ്ടെന്നും 100ഓളം ആളുകൾ എങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നതും ഒക്കെ കേരളത്തിൽ തന്നെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം. കേരളത്തിന്റെ കണക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, കോടതി പറഞ്ഞ കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ആ നമ്പറിലെ എക്സാക്ട് ഇത് വെറും ഒരു വർക്ക് ഓഫ് ഫിക്ഷൻ അല്ലേ എന്ന് ചോദിക്കുന്നത്. ആ സിനിമയിലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ അത് നടക്കാത്ത കാര്യത്തെ ബേസ് ചെയ്തിട്ടല്ല, അത് നടന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണ്. അതിലൊരു വിഭാഗം ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം ഈ കൺവേർട്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നവരാണെന്നും അവർ തീവ്രവാദികളാണെന്നും സ്ഥാപിക്കുന്നില്ല സിനിമ എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയുള്ള ഇൻസിഡൻസ് അതിൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന ഒന്നുമില്ല എന്നാണ്. കൺവേർഷനുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ മലപ്പുറത്തൊക്കെ പൊന്തി ഉണ്ടായിരുന്നു. അതൊക്കെ റെക്കോർഡുകളാണ്. അതിനൊക്കെ കുറിച്ചാണ് ആ സിനിമ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം കൺവേർഷൻ ഇവിടെ നടക്കുന്നതല്ല, എല്ലാം എന്താ പറയാ പരമപരിശുദ്ധമായ ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നു എന്നല്ല. ആ സിനിമ ഹൈലൈറ്റ് ചെയ്തത് അത് വലിയ വിഷയമായിരുന്നല്ലോ, അത് ഭയങ്കര പ്രശ്നമായിരുന്നു. മലപ്പുറത്തൊക്കെ എന്ത് നടക്കുന്നു? മലപ്പുറം എന്നൊരു ജില്ലയെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറയാവുന്ന സ്ഥലമാക്കി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ലല്ല, മലപ്പുറം ബേസ് ചെയ്തുള്ള കൺവേർഷൻസിന്റെ കൃത്യമായ ലിസ്റ്റ് ശ്രദ്ധിക്കുകയാണ്, ഞാൻ അയച്ചു തരാം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രത്യേക കണക്കുണ്ട്. ഇവിടെ ലവ് ജിഹാദ് സംഭവമില്ല എന്ന് കോടതി പറഞ്ഞിട്ടും മലപ്പുറത്ത് കൺവേർഷൻ നടക്കണമെന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തിന്റെ എവിടുന്ന് കൺവേർഷൻ നടക്കുന്നു മിഥുൻ വിജയകുമാർ പറയുന്നത്? പരാമർശം പിൻവലിക്കണം. ഒന്നാമത്തെ കാര്യം മിഥുൻ അത് വിശദീകരിക്കും. മലപ്പുറത്ത് ഒരു പ്രത്യേക കണക്ക് മിഥുന്റെ പക്കലുണ്ടെന്ന് മിഥുൻ പറയുകയാണ്. ഒന്നാമത് ഈ കൺവേർട്ട് ചെയ്യുന്നവരൊക്കെ പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് മതം മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എനിക്കങ്ങ് മാറാമെന്നേ. അതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥ. മാറണോ മാറാതിരിക്കുമെന്നല്ല, ഇവിടെ PFIന്റെ ഒരു കൺവേർഷൻ റാക്കറ്റ് ആക്റ്റീവ് ആയിരുന്നു എന്ന കാര്യത്തിൽ സ്മൃതിക്ക് സംശയമുണ്ടോ? കൺവേർഷൻ റാക്കറ്റിനെ എക്സ്പോസ് ചെയ്യുന്ന മലപ്പുറം കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ ഈ എക്സ്പോസ് ചെയ്യുമ്പോൾ ഈ 32,000 എന്നുള്ള കണക്ക് വേറെ 3ലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത് മിഥുൻ? ഒരു ചെറിയ കണക്കിനെ വലുതാക്കി പെരുപ്പിച്ച് കാട്ടി ഇതാണ് കേരളം എന്ന് നാടുനീളെ വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് നിങ്ങളുടെ കേരള സ്നേഹം എവിടെയായിരുന്നു? കേരള സ്റ്റോറി അതാണോ യഥാർത്ഥത്തിൽ? മലപ്പുറത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കോഴിക്കോടായി. കോഴിക്കോടായി. താനൊന്നും മിണ്ടാതിരിക്കണോ? മിഥുൻ, മാന്യമായ ഭാഷ.
ഈ ചർച്ചയിൽ ഇവിടെ ഈ ചർച്ചയിൽ എല്ലാവർക്കും പേരുണ്ട്. ഇല്ല മിഥുൻ പറ്റില്ല പറ്റില്ല. മിഥുൻ എന്റെ നാടിനെ കുറിച്ച് പറയുമ്പോൾ താനൊന്നും വേണ്ട, താനൊന്നും വേണ്ട. സായി പ്ലീസ് രണ്ടുപേരോടാണ് അഭ്യർത്ഥിക്കുന്നത്. നല്ല ഭാഷ ഉപയോഗിച്ച് ചർച്ച എടുത്താൽ മതി. നല്ല ഭാഷ ഉപയോഗിച്ച് ചർച്ച കൊണ്ടുപോകാം. നല്ല ഭാഷയിൽ ചർച്ച കൊണ്ടുപോകാം. നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണല്ലോ കേൾക്കുന്നത്. നാട്ടുകാർ കേൾക്കുകയാണെന്നുള്ള ബോധത്തോടു കൂടി രണ്ടുപേരും പ്രതികരിച്ചാൽ മതി. കാണിച്ചു തന്നാലേ അപ്പൊ നമ്മൾ ഈ ഇതുപോലുള്ള ഓരോരുത്തന്മാർ വന്നിട്ട് ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടിരുന്നാൽ എനിക്ക് വലിയ വിഷയം അദ്ദേഹം ഈ വിഷയത്തിൽ സംസാരിക്കാൻ യോഗ്യനായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. സായി കൃഷ്ണ പ്ലീസ്. ഇല്ല ഈ ഭാഷ വേണ്ട, ഈ ചർച്ചയിൽ വേണ്ട. രണ്ടുപേരോട് കൂടിയാണ് ഞാനൊന്ന് മുഹമ്മദ് റാഫിയിലേക്ക് പോകുന്നത്. മുഹമ്മദ് റാഫി BJP അധികാരത്തിൽ വന്ന ശേഷം പല സിനിമകൾ പ്രത്യേക രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ എങ്ങനെയൊക്കെ സർക്കാരിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗമായി പ്രധാനമന്ത്രിയെ അടക്കം പ്രൊമോട്ട് ചെയ്യുന്ന ചില സിനിമകൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. കശ്മീർ ഫയൽസ് എങ്ങനെയാണ് ഇവിടെ തിയേറ്ററിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സിനിമ ഈ കാലത്ത് സംസാരിക്കേണ്ടതെന്നും ഏതൊക്കെ സിനിമകൾക്ക് കൈയടിക്കാമെന്നും ഏതൊക്കെ സിനിമകൾ വന്നുകൂടാ എന്നും തീരുമാനിക്കുന്ന ഒരു പ്രബല വിഭാഗം ഇവിടെയുണ്ട്. അവർ തീരുമാനിക്കും, അതിനനുസരിച്ച് ഇനി മുന്നോട്ട് പോയാൽ മതി എന്നാണോ? താങ്കൾ ഈ സിനിമ കണ്ടിരിക്കുമല്ലോ. ഈ പറയുന്ന എന്ത് ചരിത്രത്തെ വളച്ചൊടിക്കലാണ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും ഞാൻ ആ സുന്ദറിന് ഒരു മറുപടി കണ്ടിട്ടുണ്ട്. തീർച്ചയായും എമ്പുരാൻ കണ്ടിട്ടുണ്ട്. ഭരണകൂടത്തോട് അനുകൂലമായി വന്ന സിനിമകൾ, ഇപ്പോൾ കാശ്മീർ ഫയൽസ് ആയാലും കേരള സ്റ്റോറി ആയാലും, അതൊന്നും ഒരു ആളുകളിലോട്ട് എത്തിയ കച്ചവട മൂല്യമുള്ള സിനിമകളായിരുന്നില്ല. എമ്പുരാൻ 48 മണിക്കൂർ കൊണ്ട് തന്നെ 100 കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 2-3 ദിവസം കൊണ്ട് എമ്പുരാൻ കോടിക്കണക്കിന് ഉറുപ്പിയുടെ കളക്ഷനിലോട്ട് വന്നേക്കാം. ഇനിയിപ്പം റീസെൻസർ ചെയ്തിട്ട്, സെൻസറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഇടപെടലാണ്, കലയുടെ മുകളിലുള്ള ഒരു ഇടപെടലാണ്. ഇത് കൂടുതൽ രണ്ടാമതും ഭരണകൂടം ഇടപെടുന്ന റീസെൻസറിങ് നടത്തുന്ന, അതായത് എയറിലോട്ട് പോയൊരു സാധനം തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും സെൻസർ ചെയ്ത് മുറിച്ചു വിടുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമയായിരിക്കും ചിലപ്പം എമ്പുരാൻ. അതോടുകൂടി കേരളത്തിൽ 2 എമ്പുരാൻ ഉണ്ടാവും. ആദ്യമുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ടെലഗ്രാം വഴിയും അല്ലാതൊക്കെ അതിൻ്റെ ഒരു പതിപ്പ് ആളുകളുടെ എല്ലാവരുടെയും കയ്യിലെത്തി. മാത്രമല്ല ഇപ്പം മുമ്പൊക്കെ വടക്കൻ വീരാതെ ഒരു കൊല്ലം ഓടുന്നതിന് പകരം ഇപ്പോൾ ഒരു സിനിമ, ഇത്തരം മൂല്യമുള്ളൊരു സിനിമ 10 ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ, അമേരിക്ക അടക്കമുള്ള ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് റിലീസ് ചെയ്തിട്ടുണ്ട്. ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ റീസെൻസറിങ് നടത്തി അടുത്ത 2ാം എമ്പുരാൻ ഇറക്കുമ്പം അത് കാണുന്നത് ഈ കണ്ട ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവർ വിചാരിച്ച ഫലം, കാരണം സിനിമ പ്രവർത്തകർ തന്നെ അത് റീഎഡിറ്റിംഗ് മാത്രമല്ല ഈ 17 കട്ട് എന്ന് പറയുന്നിടത്ത് ചിലയിടത്ത് മ്യൂട്ട് ആക്കുന്നു, ചില പേരുകൾ മാറ്റുന്നു, ചില വാക്കുകൾ ഒന്ന് മ്യൂട്ടാക്കുന്നു. ഇങ്ങനെയുള്ള എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു 17 കട്ടായി വരുന്നത്. അല്ലാതെ ഒരു വാചകമായിട്ട് ഒരു ഡയലോഗ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. റീഎഡിറ്റിംഗ് ആയാലും അത് നിർമ്മാതാക്കൾക്ക് കിട്ടിയ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവർ ചെയ്യുന്നതാവാനേ ഫലമുള്ളൂ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സാത്താനിക് വേഴ്സസോ ലജ്ജയോ ലോകം മുഴുവൻ പ്രചരിച്ചത്, ലോകം മുഴുവൻ ആളുകൾ ഏറ്റെടുത്തത് അതിൻ്റെ ബാനിങ് കൊണ്ടാണ്. ഇത്തരം ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെ ഒരു റിസൾട്ട് കൂടി ഇതിനുണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഇതിൻ്റെ തിരക്കഥ എഴുതിയ മുരളി ഗോപി ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നൊരു സിനിമയിൽ കൂടിയാണ് ഒരുപക്ഷെ ആദ്യമായി മലയാള സിനിമയിൽ ഒരു ശാഖ, RSS ശാഖയ്ക്ക് അതിൻ്റെ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ RSS ശാഖയെ ഐഡലൈസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറക്കുന്നത്. അക്കാലത്ത് ഇപ്പം ഭരത് ഗോപി BJPയുടെ അംഗം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് മുരളി ഗോപി ആദ്യമായിട്ട് RSSനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഒരു സിനിമ ചെയ്തു. അതേ മുരളി ഗോപിയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഭരണകൂടത്തെ മാത്രമല്ല കേരള ഭരണകൂടം എന്തായാലും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പാർട്ടിയല്ലല്ലോ ഭരിക്കുന്നത് എന്ന് കരുതിയിട്ട് സെനഗൽ പോലുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം ലോകം മുഴുവനുള്ള കോർപ്പറേറ്റ് മാഫിയ ഭരണകൂട ചെങ്ങാത്തത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു. അതാണ്, അല്ലാണ്ട് ഒരു വ്യക്തിയല്ല ഇതിലെ വില്ലൻ എന്ന് പറയുമ്പോൾ ദുഷ്ടശക്തികൾ എന്നുള്ള രൂപത്തിൽ ഭരണകൂടത്തെ അപ്പുറത്ത് നിർത്തുന്നു. ഭരണകൂട വിമർശനം എന്ന നിലയ്ക്കൊരു പ്രസക്തി ഉള്ളതായിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് സിനിമയെ സംബന്ധിച്ച് എനിക്കും ചില എതിരഭിപ്രായങ്ങളുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിൽ നിന്നും ചില കാര്യങ്ങൾ ആ സിനിമയിൽ വ്യത്യസ്തമായി കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തെ വിമർശിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായം പറയാം, അങ്ങനെ ഒരു അഭിപ്രായം ആർക്കും പറയാം. അതിലപ്പുറം കടന്നിട്ടില്ല. ഇപ്പം മുരളി ഗോപിയുടെ
RSSനെയോ അല്ലെങ്കിൽ സംഘപരിവാരനെയോ വിമർശിച്ചതിൻ്റെ 100 ഇരട്ടി വിമർശനം ഇടതുപക്ഷത്തിന് നേരെ നടത്തുന്ന വ്യക്തിയാണ് മുരളി ഗോപി. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ആയാലും ഈ അടുത്ത കാലത്തായാലും ഒക്കെ CPMന് ഈ ഇടതുപക്ഷത്തിന് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടും അവരെ ഭരണകൂട സ്ഥാനത്ത് നിന്നുകൊണ്ട് ശക്തമായ വിമർശനം നടത്തുന്ന കക്ഷിയാണ്. ഒരു കാലത്തും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയോ മറ്റേതെങ്കിലും ഭരണകൂടത്തിൻ്റെയോ ഒരു ആക്രമണം അദ്ദേഹത്തിന് ഏറ്റതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ ഇത്തരം ഒരു സംഗതി, അതായത് ചരിത്രത്തെ വീണ്ടും പുനരാനയിക്കുന്ന ഒരു പ്രക്രിയ ഇതിൽ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നടന്ന ഒരു കലാപം അദ്ദേഹം സിനിമയിൽ വരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഇത് വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ BJPക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ട് ഇത് പ്രവർത്തിച്ചുകൂടായില്ല. കാരണം പുതിയൊരു കാലത്ത് വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണിത്. ഈ വയലൻസ് സെലിബ്രേറ്റ് ചെയ്യുകയും വയലൻസ് ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ വലിയ ശക്തിമാന്മാരായ ആൾക്കാരെ ചില ശത്രുക്കളെ ഉണ്ടാക്കി അവരെ അടിച്ചമർത്തുന്ന ആൾക്കാരെ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ സെലിബ്രേറ്റ് ചെയ്യുകയും അവരെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം മാർക്കോ പോലുള്ള സിനിമകൾ അതിഭീകരമായ വയലൻസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ജനങ്ങളിൽ തന്നെ ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരു അഗ്രസീവ്നെസ് വരികയും ഈ കലാപം നടത്താൻ ശേഷിയുള്ള ശക്തന്മാരായ ആൾക്കാരാണ് ഈ ഭരണകൂടത്തിൽ ഇരിക്കുന്നത് എന്ന് സിനിമ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണോ ഈ സിനിമ ചെയ്തതെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് സമാധാനപ്പെടാം. അങ്ങനെ അത്ര ശക്തിമാന്മാരായ ആൾക്കാരെ ഏറ്റെടുക്കാൻ ഇവിടെയുള്ള പൗരന്മാർ തയ്യാറാണ്. ഒരുപക്ഷെ അങ്ങനെയും ആവാം ഈ സിനിമ എടുത്തവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, സിനിമയെ എന്തിനു ഭയപ്പെടണം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ സെൻസറിങ്, ഇവിടെ കലാപത്തെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ കുറിച്ചുമാണ് ഇവിടെ വന്ന ചർച്ചകൾ മുഴുവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയൊക്കെ. സത്യത്തിൽ ഈ സിനിമ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കും. നിങ്ങൾ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. സിനിമയെ സിനിമയായി കാണാനും സിനിമ എന്ന് ഇതൊരു കച്ചവട സിനിമയാണല്ലോ. കച്ചവട സിനിമ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇത് ഇറക്കിയിട്ട് കോടികൾ തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഈ സിനിമയ്ക്കുള്ളൂ. ഇപ്പം നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് ഇപ്പം ഈ സിനിമയിൽ അഭിനയിച്ച ആളായാലും ഈ സിനിമ സംവിധാനം ചെയ്ത ആളായാലും ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ആളായാലും ഇത് നിർമ്മിച്ച ആൾക്കാരായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പുറത്തുള്ള ഈ വലതുപക്ഷത്തോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോ ഒന്നും നിൽക്കാതെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയും അതേ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ ചതിച്ചു എന്നുള്ള നിങ്ങളൊരു തോന്നലാണ്. ആ തോന്നൽ നിങ്ങൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം സിനിമയെ സിനിമയായിട്ട് കാണുക. സിനിമയിലെ സെൻസറിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഭരണകൂടത്തിൻ്റെ ഇടപെടലാണ്. സെൻസർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലയെ സെൻസർ ചെയ്യലല്ലേ, വെട്ടിമുറിക്കലല്ലേ. അപ്പം ഈ വയലൻസിനെയും മറ്റും മാർക്കോ പോലുള്ള സിനിമയൊക്കെ പുറത്തുവിട്ട ആളുകൾ ഇവിടെ ഒരു രാഷ്ട്രീയ സംഗതി, അതായത് പ്രത്യക്ഷത്തിൽ ഇതിൽ മാർക്കോയിലൊക്കെ കാണിക്കുന്ന പോലുള്ള ഭീകരമായ വയലൻസ് ഒന്നും ഇതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നമ്മുടെ രാജ്യത്ത് നടന്ന ചില ചരിത്ര സംഭവത്തെ, അത് ചരിത്ര സംഭവം തന്നെയാണ്, നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇത് ചരിത്ര സംഭവമല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാനാവില്ല. ഇതിനെ റിമൈൻഡ് ചെയ്യുന്ന, ഓർമ്മപ്പെടുത്തുന്ന ചില സെഗ്മെൻറ്റുകൾ ഈ സിനിമയുടെ ഉള്ളിലുണ്ട്. അത് ഈ സിനിമയുടെ രാഷ്ട്രീയമായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ആക്രമിക്കുന്നു. ഈ ആക്രമണം മാത്രമാണ് ഇതിലെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, പ്രിഞ്ചു പറയേണ്ടത് ഇപ്പോൾ മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എന്ന രൂപത്തിലൊരു വാചകം ആ ലേഖനത്തിലുണ്ട്. മോഹൻലാലിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാനാകുക? ഇപ്പോൾ BJPയോട് അനുഭാവമുള്ള ഒരു നടനാണ് മോഹൻലാൽ എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മേജർ പദവി നൽകിയത് എന്നുമാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണോ അതിൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നത്? ഇപ്പോൾ ഒരു വഞ്ചന നടത്തി എന്ന് പറയുമ്പോൾ മോഹൻലാൽ എന്ന നടനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൻ്റെ നടനായി, രാജ്യത്തിൻ്റെ നടനായിട്ടല്ല, BJPയുടെ നടനായിട്ടാണോ? അല്ല, അങ്ങനെ മോഹൻലാലിനെ ഞങ്ങളെങ്ങനെയാണ് BJPയുടെ നടനായിട്ട് കാണുക? അത് അദ്ദേഹം ഒരു മലയാളികളുടെ മൊത്തത്തിലൊരു സ്വത്തായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിനകത്ത് ചില സമയത്ത് മോഹൻലാലെങ്ങാനും ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവിടെ ഓർഗനൈസർ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം അവരുടെ ഒരു ആശങ്ക അതിനകത്ത് പ്രകടിപ്പിച്ചു. മോഹൻലാലിനെ പോലെ ടെറിട്ടോറിയൽ സിനിമയുടെ പ്രൊമോഷൻ അദ്ദേഹം ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ അത് ഈ പ്രൊമോഷനൊക്കെ കടന്ന് അഭിനയിക്കുകയാണല്ലേ? ട്രാപ്പിലായ അദ്ദേഹം പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാണല്ലോ സ്മൃതി പറയുന്നത്. പ്രിവ്യൂ കണ്ടിട്ടില്ല എന്ന്, അദ്ദേഹം സിനിമയാണ് പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എനിക്കറിയില്ല. അതുകൊണ്ട് മോഹൻലാൽ എന്തായിരുന്നാലും മലയാളികൾ ഞങ്ങളാരും BJPക്കാരനായിട്ടോ അല്ലെങ്കിൽ മോഹൻലാലിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. പിന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് നേരത്തെ ആർഷോ പറയുന്നത് കേട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. ആർഷോൻ്റെ പാർട്ടിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ എന്ത് അധികാരവും അവകാശമാണുള്ളത്? ഈ TP 51 വെട്ടുമെന്ന് പറഞ്ഞ സിനിമ ഞാനോ സ്മൃതിയോ കണ്ടിട്ടില്ല.
കണ്ടിട്ടുണ്ടോ? അറബിക്കഥ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ ഈ വലിയ കൊച്ചു ശ്രീനിയും വലിയ ലോകവും എന്ന് പറയുന്ന ഒരു പരിപാടി കൈരളി ടി വിയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ശ്രീനിവാസനെ മാറ്റിക്കൊണ്ട് പിന്നീട് ഈ ശ്രീനിവാസന്റെ അച്ഛന്റെ പിതാവിന്റെ അടുത്തേക്കാണ് പണ്ട് കളരി പഠിക്കാൻ അവരുടെ സമ്മേളനത്തിലൊക്കെ ആ സിനിമയിലെ പാട്ടല്ലേ പോകുന്നത്. അല്ല, ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാണ്. ഇപ്പൊ കാശ്മീർ ഫയൽ വന്ന സമയത്തും കേരള സ്റ്റോറി വന്ന സമയത്തും ഒക്കെ എന്തായിരുന്നു ഇവിടുത്തെ ആളുകളുടെ നിലപാട്? ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും തിയേറ്ററുകൾ പൂട്ടിക്കാൻ സ്മൃതി സ്മൃതി എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് കേരള ഫയലും കേരള സ്റ്റോറിയും ഇപ്പൊ ജാവ വന്ന സമയത്തും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇവിടുത്തെ ആളുകളുടെ നിലപാട് എന്തായിരുന്നു? സിനിമ നടക്കുന്ന തിയേറ്ററിനകത്തേക്ക് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐക്കാർ ചെയ്തത്. കേരള സ്റ്റോറി നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടോ? ഏതൊരു വ്യക്തിക്കും സുഗമമായി പോയിക്കൊണ്ട് എമ്പുരാൻ കാണുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? മറുപടി പറയൂ. നിങ്ങൾ എന്താണോ ഈ കേരള സ്റ്റോറി കാര്യത്തിൽ ചെയ്തത് അതാണ് ഇപ്പോൾ അവർ ഈ സിനിമയുടെ കാര്യത്തിൽ എമ്പുരാന്റെ കാര്യത്തിലും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പറയരുത് സ്മൃതി, അങ്ങനെ പറയരുത്. അങ്ങനെ ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞത്. എന്റെ അവസരമല്ലേ? അതെ. ഇവിടെ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള പ്രൊപ്പഗണ്ട ചലച്ചിത്രങ്ങൾ ഇറങ്ങിയ ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള വിയോജിപ്പുകൾ, അതിനകത്തുള്ള ശരികേടുകൾ ഒക്കെ ഞങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരള സ്റ്റോറിയുടെ സംവിധായകൻ്റെ അച്ഛനെ വിളിക്കുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിൻ്റെ പിതൃത്വം ഈ പറഞ്ഞവർക്ക് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ കുടുംബക്കാരെ പുലഭ്യം പറയുന്നതിന് വേണ്ടിയിട്ടോ ഈ നാടിനകത്ത് ആരും പോയിട്ടില്ല. ഒരു തിയേറ്ററിലേക്കും ഡിവൈഎഫ്ഐ എന്നാൽ ആരും മാർച്ച് നടത്തിയിട്ടുള്ള ഒരു തിയേറ്ററിനകത്തും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ സ്മൃതിക്ക് ലഭ്യമായിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാർഡ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹനുമാൻ സേനയാണ്. നാളെ കഴിഞ്ഞ് ഹനുമാൻ സേനയുടെ മാർച്ച് പന്തംകുളത്തി പ്രകടനം നടക്കാൻ വേണ്ടി പോവാണ്. അല്ലെ ശ്രീ ബിജെപിയുടെ പ്രതിനിധി അങ്ങ് ദയവീത് മിണ്ടാതിരിക്കും. എന്റെ അവസരമല്ലേ, ഞാൻ സംസാരിച്ചോട്ടെ. ഈ ഹനുമാൻ സേനയുടെ പന്തംകുളത്തി പ്രകടനം അടുത്ത ദിവസം തിയേറ്ററിലേക്ക് നടക്കാൻ വേണ്ടി പോകുക എന്നുള്ളതിന്റെ പ്രഖ്യാപനം ഉണ്ടാകണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിങ്ങൾ ഈ സമൂഹത്തോട് നിങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാ അപരാധട്ടോ, ഇതുപോലുള്ള സംഘപരിവാറുകാരെ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് സാമൂഹിക നിരീക്ഷകർ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ്. കറകളഞ്ഞ RSSകാരനായിട്ടുള്ള മിഥുൻ വിജയകുമാർ, കറകളഞ്ഞ RSSകാരൻ, കൊണ്ടുപോയിരുന്നിട്ട് സാമൂഹിക നിരീക്ഷകൻ. അദ്ദേഹം വലത് നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ എന്നാ നിങ്ങളുടെ ടൈറ്റില്. അല്ല, അദ്ദേഹം ആ നിരീക്ഷണം സാമൂഹിക നിരീക്ഷകനാ. അല്ല, ഇയാൾ നടത്തിയ ഇയാളുടെ സാമൂഹിക നിരീക്ഷണമാണ് നേരത്തെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത്. ഏത് കേരളത്തിനകത്ത് നൂറുകണക്കിന് ആളുകൾ ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ കേരള സ്റ്റോറീസ് പറഞ്ഞത് 30,000 അദ്ദേഹം പറയുന്ന നൂറുകണക്കിന്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ഫാക്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു തെളിവും പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ആ തെളിവും പേപ്പർ എടുത്ത് മുന്നോട്ട് വെക്കാൻ തയ്യാറാവണ്ടേ അദ്ദേഹം? ആ തെളിവും പേപ്പർ എടുത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ? പച്ചക്കള്ളം വിളിച്ചു പറയാം. എടോ സാമൂഹിക നിരീക്ഷക, അങ്ങയുടെ അവസരത്തിൽ ദയവീത് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങളെ കണക്കെടുത്ത് വെക്ക്, അന്തസ്സുണ്ടെങ്കിൽ ഫാക്ട് എടുത്ത് വെച്ച് ചർച്ച ചെയ്യും. പച്ചക്കള്ളം RSSന്റെ ശാഖയിൽ നിന്ന് വിളമ്പുന്നതെന്തോ അത് വന്നിരുന്നു പറയുന്ന ഒരാളെ സാമൂഹിക നിരീക്ഷകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഒരു നിഷ്പക്ഷ ലേബൽ കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഈ നാടിനോട് ചെയ്യുന്ന മഹാപരാധാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം. അത് ഈ നാടിനോട് ചെയ്യുന്ന അപരാധാണ്. ഇനി നേരത്തെ പറഞ്ഞതിൽ ഏതാണ് ഡാറ്റ നിങ്ങൾ പറഞ്ഞല്ലോ നൂറുകണക്കിന് വരുന്ന 100ഓളം ആളുകളുടെ കണക്ക് താങ്കളുടെ മുഖ്യമന്ത്രി വിട്ടതാണ്. അത് നിങ്ങൾ മലപ്പുറത്ത് ഉൾപ്പെടെ കേരള സ്റ്റോറിക്കകത്ത് പ്രതിപാദിച്ചത് കണക്ക്. ശരി, ഞാൻ പറയാം. കേരള സ്റ്റോറി ചലച്ചിത്രത്തിനകത്ത് പ്രതിപാദിച്ചതുപോലെ നൂറുകണക്കിന് വരുന്ന പെൺകുട്ടികൾ. അല്ല, ഞാൻ പറയട്ടെ സാറേ, ഞാൻ പറയട്ടെന്നേ. നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോ. അല്ല, എന്റെ അവസരത്തിൽ കയറിയാണല്ലോ താങ്കളും മറ്റേ സുന്ദരനായ കേരള സ്റ്റോറി ചലച്ചിത്ര നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി പറയുന്നത് വേണ്ടേ? അല്ല, നിങ്ങൾക്ക് വേണ്ടേ? അല്ല, നിങ്ങൾക്ക് സംസാരിച്ചു പോകാൻ അതെങ്ങനെ ശരിയാവുക?
അപ്പൊ ഞങ്ങൾ മിഥുനിലേക്ക് വരും, മിഥുനിലേക്ക് വരും. ആർഷോ ഇതിൽ വേഗം മറുപടി പറഞ്ഞ ശേഷം എനിക്ക് ഇനി 51 വെട്ടിന്റെ കാര്യമുള്ള കാര്യം പറയണം. 51 വെട്ടിന്റെ കാര്യത്തിൽ നിലപാട് എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? കണക്കെടുക്ക്. എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ കണക്കെടുക്കുന്നേ മലപ്പുറത്തെയും കോഴിക്കോടെയും കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നോ? ഏത് ഏജൻസി പുറത്തുവിട്ട കണക്ക്? ഏത് ഏജൻസി പുറത്തുവിട്ട കണക്ക്? നിങ്ങളെ കണക്കെടുപ്പ് പുസ്തകത്തിന് മുന്നിലൊക്കെ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത് BJPയുടെ പുറത്ത് നേരത്തെ പറയും അദ്ദേഹം വേണ്ട സാറേ. ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ, ഇല്ല ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. മലപ്പുറവും കോഴിക്കോടും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഇന്റലിജൻസ് കേരള പോലീസിന് കൊടുത്ത റിപ്പോർട്ടാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന പ്രകാരം ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതവിശ്വാസത്തിലേക്ക് മാറാം. ഈ കേരള സ്റ്റോറീസ് പറഞ്ഞത് കൺവേർഷൻ, ഇവിടെ നിന്ന് പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് സ്ഥിരീകരിക്കേണ്ടതെന്ന് പറഞ്ഞത് അല്ലല്ല. കേരള സ്റ്റോറീസ് പറഞ്ഞത് ഇവിടെ നിന്നും പെൺകുട്ടികളെ ISIS-ലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് കാര്യം. അല്ലല്ല, നിങ്ങൾ പച്ചക്കള്ളം പറയല്ലേ, പച്ചക്കള്ളം പറയല്ലേ ഈ രാജ്യത്തെ. അല്ലല്ല, അയ്യോ ആ ക്യാപ്സ്യൂളും കൊണ്ടുവരണ്ട സാറേ. അല്ലല്ല, മിഥുൻ ഇവിടെ ലവ് ജിഹാദിന്റെ കാര്യത്തിൽ കോടതി എന്നാണ് പറഞ്ഞത്, ഒന്ന് പറയാമോ മിഥുൻ? ലവ് ജിഹാദിന്റെ കാര്യത്തിൽ എന്താണ് കോടതി പറഞ്ഞത്? കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പഗണ്ട മൂവി പറഞ്ഞത് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് ISIS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനയിലേക്ക് എത്തിക്കുന്നുണ്ട്. 30,000 പേർ കേരളത്തിൽ എത്തിച്ചു എന്നാ പറഞ്ഞേ. നിങ്ങളിപ്പോ പറയുന്നത് എന്താ? ഭരണഘടനാപരമായി ഏതൊരാൾക്കും ഇഷ്ടമുള്ള മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഭരണഘടന അധികാരം ആ കണക്ക് വെച്ചിട്ടാണ് നിങ്ങൾ കേരള സ്റ്റോറി ന്യായീകരിക്കാൻ വരുന്നത്. മുഖ്യമന്ത്രി പുറത്തുവിട്ടത് ലീഗൽ കൺവേർഷൻ, നിയമപരമായി. ഒരു മിനിറ്റ് മിഥുൻ, ഒരു മിനിറ്റ് ആർഷോ ഒരു മിനിറ്റ്. മുഖ്യമന്ത്രി പുറത്തുവിട്ടത് നിയമപരമായി കൺവേർട്ട് ചെയ്തവരുടെ കണക്കാണ്, നിങ്ങളുടെ ഊതിപ്പെരിപ്പിച്ച കണക്കല്ല. അതൊക്കെ അവർ താല്പര്യപ്രകാരം മാറിയതാണ്. അതിന്റെ കണക്ക് പറയുന്നതിന് എന്താ കുഴപ്പം? മുഖ്യമന്ത്രി പുറത്തുവിട്ടു കാലങ്ങളായി ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നേ. സ്മൃതി, ഇന്റലിജൻസ് റിപ്പോർട്ട് കേരള പോലീസിന് പോകുന്നു. മാത്രമല്ല എനിക്ക് എന്നെ പറയാൻ അനുവദിക്കാതെ ആർഷയ്ക്ക് കൊടുത്തു. എനിക്ക് സമയം തരണം. സ്മൃതി, ഞാനിവിടെ കൃത്യമായി താങ്കൾക്ക് ഇതിനൊക്കെ എന്താ പറയാ, ഞാൻ റെഫറൻസസ് എടുത്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഡാറ്റ വെച്ച് വേണ്ട നമുക്ക് ഇതൊക്കെ വാദിക്കാൻ. കേരള ഗവൺമെന്റ് ആർഷോ പറഞ്ഞ ശേഷം ഞാൻ പ്രിന്റിലേക്ക് വരുന്നു പറഞ്ഞാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഇവിടെ രേഖകളിലുള്ളതാണ്. അതിലൊരു പുതുമയുള്ള കാര്യമല്ല, ഇത് ലീഗലി നടന്നിട്ടുള്ള കാര്യമാണ്, ഇല്ലീഗൽ കാര്യമല്ല. അതുകൊണ്ട് അതങ്ങനെ താങ്കളൊരു പെരുപ്പിച്ച കണക്കായി പറയണ്ടെന്നേ. ഞാൻ ഒന്ന് പ്രിന്റുലേക്ക് പ്രിന്റു താങ്കൾ നേരത്തെ പറഞ്ഞതിന് ആർഷോയിൽ നിന്ന് മറുപടി കിട്ടിയോ? താങ്കൾക്ക് വേഗം ചുരുക്കണം. ഇല്ല, അതിന് നിൽക്കില്ല. പ്രിന്റുലേക്ക് ഇല്ല, ഒരു സെക്കൻഡ്. ഒരു മിനിറ്റ് മിഥുനെ ഞാനൊന്ന് പറയട്ടെ. ഈ മിഥുൻ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയല്ലോ. ഇതിനകത്ത് മനസ്സിലാക്കണം, IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിൽ മദ്രസയോട് ചേർന്നുകൊണ്ട് കേരള പോലീസ് അവിടേക്കുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ദുആ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. പിന്നെ നിമിഷ ഫാത്തിമയും മെർലിനും ഒക്കെ യമനിലേക്കും സിറിയയിലേക്കും പോയിട്ടുള്ളത് എന്തിനാണ് സ്മൃതി? അത് ഈ മതഭീകരവാദത്തിലേക്കും IS ഭീകരവാദത്തിലേക്കും തന്നെയാണ്. അത് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മതപരിവർത്തനം ലീഗലാക്കപ്പെടും. ഒരാൾ മറ്റൊരു മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മതനിയമപ്രകാരമാണെങ്കിൽ അത് ലീഗലൈസ് ചെയ്യും. അതുകൊണ്ട് ഈ കേരളത്തിൽ 5000-ഓളം യുവതികൾ 10 വർഷം കൊണ്ട് ഈ മതമാറ്റ പരിവർത്തനത്തിന് വിധേയമായിട്ടുള്ളത് സംഘടിതമാണെന്നുള്ളത് സത്യമാണ്. അതിനകത്ത് വേറെ ക്ലാരിറ്റി വേണ്ട. പിന്നെ നേരത്തെ കുടുംബപരവുമായി ബന്ധപ്പെട്ടു. ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിൻ്റെയും വ്യക്തികളുടെയും കുടുംബത്തെ പറയുന്ന ആളുകളല്ല. ഞങ്ങൾ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലും ഞങ്ങൾ മോശമായിട്ട് പദപ്രയോഗം നടന്ന പ്രസ്ഥാനമല്ല RSSും BJPയും. ഞങ്ങൾക്കൊരു സംസ്കാരം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അല്ലേ നമുക്ക് എല്ലാവർക്കും പോകണമല്ലോ. ഒരു മിനിറ്റ്. ഹിന്ദു മഹാസമ്മേളനം ഈ പൃഥ്വിരാജ് നോക്കൂ അങ്ങ് പറയാൻ അങ്ങ് ഇവിടെ കുറെ സാധനം മുൾമുലയിട്ട്. ഞാൻ ഒറ്റ മിനിറ്റ് കൂടെ, ഈ പൃഥ്വിരാജിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ BJPക്കാരും അല്ലെങ്കിൽ സംഘപരിവാർ അങ്ങനെ മോശമായി ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് 1991 നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. എടപ്പാളിൽ നിന്ന് മലബാർ കലാപത്തിന്റെ
അല്ല പിന്നെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോകല്ലേ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ഇടുന്ന കമന്റുകൾ കേട്ട് അതൊക്കെ RSSും സംഘപരിവാറാണെന്ന് പറയല്ലേ. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, RSSനെയും സംഘപരിവാറിനെയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മക്കളെയും പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും RSSന്റെ ശാഖയിലേക്ക് അയച്ചാലാണ് സുകുമാരൻ. അവർക്കൊരു വ്യക്തത പറയട്ടെ പൃഥ്വിരാജിൽ പിന്നീട് പൃഥ്വിരാജിലുണ്ടായ മാറ്റം, ആ മാറ്റം വാര്യൻ അങ്ങനെ ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ CPM-ൽ തന്നെ ഉന്നതരായ പല നേതാക്കൾക്കും അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ നിലപാടുകൾ, അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്യാൻ ഇവിടുത്തെ ജിഹാദി സംഘം ശ്രമിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. ഒരു മന്ദബുദ്ധിയായിട്ടാണ് ഇവിടെ പൃഥ്വിരാജിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു മന്ദബുദ്ധി അല്ലേ? സായി കൃഷ്ണ, ഇവിടെ ഡോക്ടർ മുഹമ്മദ് റാഫി പറഞ്ഞതുപോലെ ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. ഈ പ്രൊമോഷനാണോ യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിച്ചിരുന്നത്? ഇങ്ങനെ അങ്ങ് കയറിപ്പോകട്ടെ, ഇങ്ങനെ അങ്ങ് കത്തി കയറിപ്പോകട്ടെ, അപ്പോൾ തിയേറ്ററിലേക്ക് ആള് കയറും, കേരളമാണല്ലോ. അങ്ങനെ ഒരു ദുരുദ്ദേശമുണ്ടോ? എന്താണ് തോന്നുന്നത്? എന്നോടാണോ സായി കൃഷ്ണ അല്ല ഇപ്പൊ ഉള്ളത്? ബിക്കോസ് ഇതില് പല രീതിയിലുള്ള സിനിമ PR-കൾ ഇപ്പൊ ഉണ്ട്. സോ PR-ന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ നമുക്കത് കറക്റ്റായിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം ഉണ്ടായൊരു വിവാദം നിങ്ങൾ ഇന്ന് മാത്രം കാണുന്ന ഒരു പാറ്റേൺ അല്ല. സംഘപരിവാറിന്റെ പാറ്റേൺ എന്താ? ഇവിടെ ഇറങ്ങുന്ന സിനിമകളിലെ അണ്ടർവെയറിന്റെ നിറം നോക്കിയിട്ട് അത് ബാൻ ചെയ്യാൻ നടക്കുന്നതാണ് സംഘപരിവാറിന്റെ പാറ്റേൺ. അതേ പാറ്റേണാണ് സംഘപരിവാർ ഇവിടെ എടുത്തു കൊടുക്കുന്നത്. ഇന്ന് ഇവർ പൃഥ്വിരാജിന്റെ നട്ടലിന്റെ അളവെടുക്കുന്നു. നാളെ അവർ ഈ പറഞ്ഞ പൃഥ്വിരാജ് അറേബ്യയിൽ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തു, അസർബൈജാന് പോയ സമയത്ത് ഇവരായിട്ട് കണക്ഷൻ ഉണ്ടാക്കി എന്ന് പറയുന്ന ഇതേ സംഘപരിവാറിന്റെ എലമെന്റുകൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ അൻവർ സിനിമയിൽ മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, തലയിൽ കൂടി ഒരു ചെക്ക് കളർ സാധനമായിട്ട് തോക്കും പിടിച്ച് വെക്കുന്നത്. അതൊക്കെ എടുത്തിട്ടാണ് ഇവന്മാർ ഈ ഇട്ട് കളിക്കുന്നത്. ഇനി നാളെ ഇവരെന്ത് ചെയ്യില്ല? ഇന്ന് ഈ പോസ്റ്റ് ഇട്ട ആളുകൾ നാളെ ചിലപ്പോൾ ഇങ്ങനെയും പോസ്റ്റ് ഇടും. ഈ പറഞ്ഞ പൃഥ്വിരാജ് സുന്നത്ത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റവരെ കൊടുത്ത് അന്വേഷിപ്പിക്കണം, ആ അണ്ടർവെയർ വരെ അഴിച്ചു നോക്കണം എന്ന് ഇവന്മാർ പറയാതിരിക്കുമോ? ഒരു സിനിമയാണ്. ആ സിനിമയുടെ ഇതിൽ കാണാൻ പറ്റാതെ ഇവിടെ കടന്നിട്ട് ഇനിയിപ്പോ താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ കുറെ കിട്ടും. ഒരു മാന്യതയില്ല. മിഥുൻ വിജയനെ RSSും BJPക്കും BJPക്ക് പേര് വന്നിരിക്കാൻ പറ്റുന്ന കാവി കളറിലുള്ള സ്വിമ്മിംഗ് ഡ്രസ്സിൽ അഭിനയിച്ചപ്പോൾ ഇവിടെ ഈ രൂപത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പ്രിൻജു ദീപിക പദുക്കോണിനെതിരെ ഉയർത്തിയ വിവാദം ഓർമ്മയില്ലേ? ദീപിക പദുക്കോൺ ഇത്രയും അമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു അന്തസ്സില്ലേ അദ്ദേഹത്തിന്റെ സംസ്കാരം പ്രകടിപ്പിക്കാൻ ഇടപാട് ഈ ചാനൽ കേട്ടല്ലോ ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആളുകളുമായുള്ള ചർച്ചകൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. സാംസ്കാരിക ഔന്നിത്യമുണ്ട്, അതാണ് കേരളത്തിന്റെ മുഖമുദ്ര. മനസ്സിലായോ? മിഥുൻ വിജയനെ പോലുള്ളവര് അവര് നിരീക്ഷകർ, സാമൂഹ്യ നിരീക്ഷകർ എന്നുള്ളത് ഇപ്പൊ പലത് നിരീക്ഷകരായി. ഇതേപോലെ ഒരു മാന്യതയില്ലാതെ വന്നിരിക്കുന്ന ഒരു പാനലിസ്റ്റിനോട് തിരിച്ച് നീ ആരെന്ന് ചോദ്യം ചോദിക്കുന്ന ഇവനെ പോലുള്ളവര് ഉള്ള സ്ഥലത്ത് ഇത്ര മാന്യത കാണിക്കാനും സായികൃഷ്ണന് പറ്റൂ. ഇതിലും കൂടുതൽ സായികൃഷ്ണന് പറ്റില്ല. മനസ്സിലായോ? വലത് നിരീക്ഷകൻ എന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ നിരീക്ഷകൻ എന്ന് വെച്ചിട്ടുള്ള ബോർഡ് കൊണ്ടാ വന്നിരുന്നത്. എന്തിനാ പറയാൻ പറ്റണം, കാണിക്കാൻ പറ്റണം. മനസ്സിലായോ? ഞാൻ വീട്ടിലേക്കും വെക്കാതിരിക്കും. ഈ സിനിമയിൽ ഇടതുപക്ഷത്തിനും വിമർശനമുണ്ട്. ഇപ്പോൾ കാണുന്ന വാർത്ത എന്നുള്ളത് ഇമ്രാൻ ഖാൻ നേതാ മുഖ്യമന്ത്രി എത്തി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമയിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ കാണും, അതാണ് നിങ്ങളുടെ ഒരു നിലപാട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഏതൊരു സിനിമയുമായി ബന്ധപ്പെട്ടോ കലാസൃഷ്ടിയുമായി ബന്ധപ്പെട്ടോ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ പല നിരക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പല നിരക്കുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മളെ ചർച്ച ചെയ്തത് വിമർശനം എന്നുള്ള നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ വിമർശനമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ ആൾക്കൂട്ട വിചാരണയും ആൾക്കൂട്ട ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വിമർശനമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഇപ്പോൾ എന്തെല്ലാം ചാപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, തീവ്രവാദി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, IS ബന്ധമുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വിമർശനമല്ലല്ലോ. ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ഈ കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹം നിൽക്കുന്നതിനാണ് തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ധൈര്യം കാണിച്ചു പൃഥ്വിരാജും മുരളി ഗോപിയും. ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം ആയിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും നമുക്ക് കാണാം, BJP നേതൃത്വം ഏതായാലും ഈ സിനിമ കാണണമെന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിരിക്കുന്നു. സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എതിർക്കില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ പലയിടത്തുനിന്നും വരുന്ന പ്രതികരണങ്ങൾ അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. വളരെ നന്ദി. PMR ഷോ, പ്രിൻറ്റു മഹാദേവ്, മിഥുൻ വിജയകുമാർ, ഡോക്ടർ മുഹമ്മദ് റാഫി, സായി കൃഷ്ണ ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.